നമസ്കാരം. കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യൻ സിനിമാ ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു മാസ്റ്റർ പീസ് പ്രഖ്യാപിക്കപ്പെട്ടു. കാന്താര ചാപ്റ്റർ 1. ഋഷഭ് ഷെട്ടിയും കൂട്ടരും 3 വർഷം വിയർപ്പൊഴുക്കി ഇന്ത്യൻ മിത്തോളജിയുടെയും സ്പിരിച്വാലിറ്റിയുടെയും ഫാന്റസിയുടെയും അഗാധമായ ലോകം വെള്ളിത്തിരയിൽ എത്തിച്ചപ്പോ പതിവ് പോലെ നമ്മുടെ നാട്ടിൽ വിഷം ചീറ്റാൻ ഒരു കൂട്ടർ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ സിനിമയുടെ പ്രഖ്യാപനം വന്ന ഉടനെ തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർ ആവേശഭരിതരായപ്പോ ഒരു കൂട്ടർ മാത്രം നെറ്റിച്ചുളിച്ചു. മലയാളത്തിലെ ഒരു പ്രത്യേക ചാനലിൽ ചർച്ചകൾക്ക് തീ കൊളുത്തി പതിവ് അജണ്ടയുടെ വിഷച്ചീറ്റിലുമായി അവർ ഇറങ്ങി. ആ ചാനലിന്റെ പേര് മീഡിയ 1. ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധമുള്ള ഒരു സിനിമ എടുത്ത അതെങ്ങനെയാണ് ഉടനെ ഹിന്ദുത്വ അജണ്ടയാകുന്നത്? ഈ ചോദ്യമാണ് നമ്മൾ ഇന്ന് ചോദിക്കാൻ പോകുന്നത്. സിനിമയെ കാണാനുള്ള ശേഷി പോലും നഷ്ടപ്പെട്ട, റേറ്റിംഗിൽ ഏറ്റവും താഴെ കിടക്കുന്ന, വർഗീയതയുടെയും ഇടുങ്ങിയ ചിന്താഗതികളുടെയും വിഷം മാത്രം ചീറ്റുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ യഥാർത്ഥ മുഖം നമ്മൾ ഇന്ന് തുറന്നു കാട്ടും. മാധ്യമധർമ്മം എന്താണെന്നറിയാത്ത ഈ മീഡിയ ഫണ്ടിന് നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഒപ്പം സിനിമയെ കലയായി സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും ഒരു അഭ്യർത്ഥനയും. ഒരു നിമിഷം പോലും വൈകാതെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കാന്താര 1 പ്രഖ്യാപനം മുതൽ തന്നെ ഈ ചിത്രത്തിന് ലഭിക്കുന്ന ജനസ്വീകാര്യത അതിശയകരമാണ്. ആദ്യ ഭാഗമായ കാന്താര നേടിയ വമ്പൻ വിജയവും ഋഷഭ് ഷെട്ടിയുടെ ഗംഭീര പ്രകടനവുമാണ് ഈ കാത്തിരിപ്പിന്റെ പ്രധാനപ്പെട്ട കാരണം. 3 വർഷത്തെ കഠിനാധ്വാനം, അതൊരു ക്ലാസിക് പടമായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. മിത്തോളജിയും സ്പിരിച്വാലിറ്റിയും ഫാന്റസിയും എല്ലാം കോർത്തിണക്കിയ ഈ ചിത്രം ഒരു മികച്ച സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകി എന്ന കാര്യത്തിൽ എതിർസ്വരങ്ങളില്ല. മേക്കിംഗ് കൊണ്ടും പ്രൊഡക്ഷൻ ക്വാളിറ്റി കൊണ്ടും കന്നഡ സിനിമാ ലോകത്ത് തന്നെ ഒരു പുതിയ ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കാൻ ഈ കാന്താരയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 125 കോടി ബഡ്ജറ്റിലാണ് കാന്താര ചാപ്റ്റർ 1 ഒരുങ്ങിയത്. ഇതൊക്കെയാണ് റിപ്പോർട്ടുകൾ. ഇതൊക്കെ കാണുമ്പോൾ ഓരോ ഇന്ത്യൻ സിനിമാ പ്രേക്ഷകരും അഭിമാനം കൊള്ളുകയാണ്. എന്നാൽ ഈ സിനിമയുടെ ഉള്ളടക്കം ഹൈന്ദവ വിശ്വാസങ്ങളെ കോർത്തിണക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ മീഡിയ 1-ന് അതുടനെ വലത് രാഷ്ട്രീയമാവുകയാണ്. സിനിമയെ കാണാതെ ഉടനെ അതിനെ പിടിച്ച് വർഗീയവൽക്കരിക്കാനും ഹിന്ദുത്വ അജണ്ട എന്ന ലേബൽ ചാർത്താനും ഈ മീഡിയ ഫണ്ടിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. ഇത്രയും നിലവാരമില്ലാത്തൊരു സമീപനം എങ്ങനെയാണ് ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഉണ്ടാകുന്നത്? ഇവിടെയാണ് നമ്മളൊരു ചോദ്യം ചോദിക്കേണ്ടത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. കാന്താരയുടെ സ്ഥാനത്ത് ഈ സിനിമ ഹമാസിനെയോ താലിബാനെയോ ഹിസ്ബുള്ളയെയോ ഒക്കെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു നമ്പർ 1 സിനിമ ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിലോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ വിഷയത്തിലോ ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കുന്ന സിനിമയായിരുന്നുവെങ്കിൽ, അതെ, ഉറപ്പിച്ചു പറയാം, അപ്പോൾ ഈ മീഡിയ ഫണ്ട് അവർക്കൊരു പൊന്നാട അണിയിച്ചേനെ. അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നും മതേതരത്വമെന്നും ഒക്കെ വിശേഷിപ്പിച്ച് ഈ ചാനലിലെ ആങ്കർ ചേച്ചിമാർ നല്ലൊരു ട്രിബ്യൂട്ട് വീഡിയോ എടുത്ത് അവതരിപ്പിച്ചേനെ. അതാണ് ഇവരുടെ ഇരട്ടത്താപ്പ്. സ്വന്തം അജണ്ടയ്ക്ക് വിരുദ്ധമായി വരുന്ന എന്തിനേയും വർഗീയവൽക്കരിക്കുക, രാജ്യദ്രോഹപരമായി വ്യാഖ്യാനിക്കുക, ഹൈന്ദവ വിശ്വാസങ്ങളോ ഇന്ത്യൻ ദേശീയതയോ കടന്നു വരുമ്പോൾ മാത്രം അവരുടെ കണ്ണിൽ അത് വർഗീയതയാകുന്നു. ഉടനെ സംഘിപ്പട്ടം എടുത്തങ്ങ് ചാർത്തും. എന്നാൽ ലോകത്ത് തീവ്രവാദം അഴിച്ചുവിടുന്ന സംഘടനകളെ വെള്ളപൂശുന്ന സിനിമകൾ വന്ന അത് കലയാകും. ഇതൊരു മാധ്യമധർമ്മമാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ടാണ് ഇവരെ എല്ലാവരും വർഗീയ ചാനൽ മാത്രമായി കാണുന്നത്. ഈ മീഡിയ ഫണ്ടിന്റെ മറ്റൊരു സ്ഥിരം പരിപാടി കൂടിയുണ്ട്. അവരുടെ പ്രസിദ്ധമായ ചർച്ചാ പരിപാടി ഔട്ട് ഓഫ് ഫോക്കസ്. യാതൊരു ബോധവും ഇല്ലാതെ 4 മൂലകളിലായി ഇവരുടെ വലിയ വലിയ ഏമാമ്മമാർ വന്നിരുന്ന് വർഗീയ വിഷം തുപ്പാനും രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ വിളിച്ചു കൂവാനുമുള്ള ഒരു വേദി. ഓർക്കണം, നമ്മൾ ജീവിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ജീവിച്ച് ഇവിടുത്തെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി തല ഉയർത്തി നടന്ന് അവസാനം ഇതേ രാജ്യത്തിനെതിരെ തന്നെ തിരിഞ്ഞുകൊത്താൻ ലേശമെങ്കിലും നാണം വേണമല്ലോ. വേറെ ഏതെങ്കിലും രാജ്യത്ത് നടക്കുമോ ഇമാതിരി കാര്യങ്ങൾ? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലല്ലാതെ വേറെ എവിടെയാണ് ഇത്രയും സധൈര്യത്തോടെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും തുറന്നു പറയാൻ സാധിക്കുക? ഈ സ്വാതന്ത്ര്യത്തെയാണ് ഇവർ രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് മലയാള മാധ്യമങ്ങളുടെ റേറ്റിംഗ് ലിസ്റ്റിൽ ഈ ചാനൽ എപ്പോഴും ഏറ്റവും താഴെ എത്തി നിൽക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി, SDPI, PFI ഗ്രൂപ്പുകൾ വെള്ളവും വളവും ഇട്ട് പോറ്റി വളർത്തി ഇമാതിരി വിഷം വമിപ്പിക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇത്രയ്ക്ക് ദണ്ഡമാണെങ്കിൽ, ഈ രാജ്യത്തോട് ഇത്രയ്ക്ക് വെറുപ്പാണെങ്കിൽ എന്തിനാണ് ഈ ഇന്ത്യയിൽ കുത്തിയിരിക്കുന്നത്? നേരെ വിട്ടോളൂ, പോകാൻ നിങ്ങൾക്ക് എത്ര സ്ഥലങ്ങളുണ്ട്. നിങ്ങളുടെ ഇഷ്ട രാജ്യങ്ങളായ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ഹമാസിന്റെ ശുചിമുറി വൃത്തിയാക്കാനോ പോകൂ. ദേശം ഉളുപ്പുണ്ടെങ്കിൽ അത് ചെയ്യും. സത്യം പറയാലോ, ഈ രാജ്യത്തെ വെറുക്കുന്ന, അതിന്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും അംഗീകരിക്കാത്ത നിങ്ങൾക്ക് ഈ ഇന്ത്യയിൽ നിൽക്കാൻ യാതൊരു തരത്തിലുള്ള അർഹതയുമില്ല. ഈ രാജ്യത്തിന്റെ മണ്ണും നിയമവും ഉപയോഗിച്ച് അതിനെതിരെ തിരിയുന്നവർ ആരായാലും അവരോട് സന്ധി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല.
കാന്താര പോലെയുള്ള സിനിമകൾ ഈ രാജ്യത്തിന്റെ മണ്ണിലെ മണമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിശ്വാസങ്ങളെയാണ് പകർത്തിവെക്കുന്നത്. അതിനെ അജണ്ട എന്ന് വിളിക്കുന്നവർ സ്വന്തം നെഞ്ചിൽ കൈവച്ച് ചോദിക്കണം, നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന്, നിങ്ങളുടെ യഥാർത്ഥ അജണ്ട എന്താണ് എന്ന്. കാന്താരയുടെ കഥ ഈ ഭാഗത്തിലും അവസാനിക്കുന്നില്ല. ഋഷഭിനും കൂട്ടർക്കും ഇനിയും ഒരുപാട് കഥകൾ പറയാനുണ്ട്. പല കാലഘട്ടങ്ങളിലായി പരന്നു കിടക്കുന്ന മിത്തുകൾ അവർ വാരി കൂട്ടുകയാണ്. മുഖത്തെഴുത്തും കുരുത്തോല വഞ്ചിയുമായി ഇനിയും ഗുളികൻ വരും. ഡോൾബി അറ്റ്മോസിനെ വെല്ലുവിളിച്ച് ആ ഒച്ച അലറി വിളിക്കും. ആ ഒച്ച ചിലപ്പോൾ പഴയ ടെംപ്ലേറ്റിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ബധിരരാക്കിയേക്കും. യൂണിവേഴ്സിൽ തുടങ്ങി പാതി വഴിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവർക്ക് ദിക്ക് കാട്ടിയാകും. മീഡിയ ഫണ്ണെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണുക, കാണാതിരിക്കുക. നിങ്ങളെ ആരും ഈ സിനിമ കാണാൻ വേണ്ടി നിർബന്ധിച്ചിട്ടില്ല. സിനിമകൾ അത് സിനിമയായി മാത്രം കാണുന്നവർക്ക് വേണ്ടി ഉള്ളതാണ്, അല്ലാതെ നിങ്ങളെ പോലെ വിഷം വമിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയണം. പത്താൻ സിനിമ കണ്ട് ദീപിക പദുക്കോൺ കാവി നിറത്തിലുള്ള ബിക്കിനി ഇട്ടെന്ന് പറഞ്ഞ് അലമുറിയിട്ട വർഗീയ സംഘടനകളെ ഞാനിതിൽ നിന്നും മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. അവരും വർഗീയ അജണ്ടയുടെ മറ്റൊരു മുഖമാണ്. എന്നാൽ അവർ ഒരു വർഗീയ സംഘടനയാണ്, നിങ്ങളാകട്ടെ ഒരു മാധ്യമ സ്ഥാപനമാണ്. അതാണ് വ്യത്യാസം. നിങ്ങൾക്കൊരു ധർമ്മമുണ്ട്, എത്തിക്സ് ഉണ്ട്. അതെന്താണെന്ന് പോലും നിങ്ങൾക്കൊരു ബോധ്യവും ഇല്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എങ്കിലും ഈ വർഗീയ അജണ്ടയ്ക്കിടയിൽ ഇടയ്ക്ക് സമയം കിട്ടിയ ഒന്ന് ഈ മാധ്യമ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാനെങ്കിലും ഒന്ന് ശ്രമിക്കണം. ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാപനം എങ്ങനെയാണ് ഇത്രയും വിഷലിപ്തവും ഇടുങ്ങിയതുമായ ചിന്തകളുമായി മുന്നോട്ട് പോകുന്നത്? ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരോടും ഈ സിനിമയെ സ്വീകരിച്ച പ്രേക്ഷകരോടും ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ സിനിമയെ സിനിമയായി മാത്രം കാണുന്നവർ കണ്ടാൽ മതി. അതിന്റെ മേൽ വിഷം പുരട്ടാൻ വരുന്നവർ ഈ സിനിമയുടെ 7 അയലത്ത് വരേണ്ട ആവശ്യമില്ല. കാരണം ഈ സിനിമ നിങ്ങളുടെ ആസ്വാദനത്തിനോ കാഴ്ചപ്പാടിനോ വേണ്ടി ഉണ്ടാക്കിയതല്ല. ഇതൊരു കലാസൃഷ്ടിയാണ്. ഈ രാജ്യത്തിന്റെ മണ്ണിലുറച്ച ഒരു സാംസ്കാരിക വിസ്മയമാണ്. മാധ്യമങ്ങൾ ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. സിനിമകളെയും കലകളെയും വർഗീയതയുടെ കണ്ണിലൂടെ മാത്രം കാണുന്നത് നിർത്തി ജനങ്ങൾക്ക് സത്യസന്ധമായ വിവരങ്ങളും ആരോഗ്യകരമായ ചർച്ചകളും നൽകാൻ അവർ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ചിത്രത്തിൽ നിങ്ങൾ കേവലം വർഗീയ വിഷം ചീറ്റിയ ചാനലായി മാത്രം അറിയപ്പെടും. ഞങ്ങൾ കലയെ സ്നേഹിക്കുന്നവരാണ്. അതിൽ രാഷ്ട്രീയം കലർത്തി വിഷം ചീറ്റാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രതികരണവുമായി ഈ പ്രേക്ഷക സമൂഹം എന്നും രംഗത്തുണ്ടാകും.